مشايخنا وأساتذتنا مصنف هذا الكتاب ومن وعن أبي سعيد الخدري رضي الله عنه അൻസാരികളുടെ കബീലയിൽപ്പെട്ട ഒരു കബീലയാണ് ഖുദ്റത്ത് കബീല. ആ കബീലയിലേക്ക് ചേർക്കപ്പെട്ടവരാണ് ഖുദരി. അവരുടെ പേര് സഈദ് എന്നാണ്. സഈദ് ബിൻ മാലിക് അൻസാരി. അബൂ സഈദ് എന്ന മൂപ്പർക്ക് കുഞ്ഞത്തുകളാണ് പ്രസിദ്ധമായത്. മൂപ്പർ വലിയ ഹാഫിദിൽപ്പെട്ട ആളാണ്, ഹാഫിളീങ്ങളിൽപ്പെട്ട ആളാണ്. സഹാബത്തും താബീങ്ങളും അവരെ തൊട്ട് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ അടക്കപ്പെട്ടത് ബഖീയിലാണ്. 84-ാമത്തെ വയസ്സിലാണ് ഓര് വഫാത്താവുന്നത്. അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ പുറപ്പെട്ടു. എടാ ഫി അൽഹാൻ അൽഹയിൽ. അൽഹ എന്നുള്ളത് ഉളുഹിയ്യത്തിനുള്ളൊരു പ്രയോഗമാണ്. അൽഹ എന്നുള്ളത് അൽഹ എന്ന് പറയും. അൽഹ എന്നുള്ളത് ജംഉ അൽഹാത്തിൻ, അൽഹാത്തിന്റെ ജമ്മാണ്. മആലീഹി എന്ന് പറയും, മഅലാത്തിന്റെ ജമ്മായിട്ട്. മആലീഹി എന്ന് പറയും, മഅലാത്തിന്റെ ജമ്മായിട്ട്. അതേപോലെ അൽഹാത്തിന്റെ ജമ്മായിട്ട് അൽഹ എന്ന് പറയും. സുഗത്തുൻ ഫി ഉളുഹിയ്യത്തിൻ, ഉളുഹിയ്യത്ത് എന്നതിനുള്ള ഒരു പ്രയോഗമാണ് അൽഹാത്ത്. അൽഹാത്ത് എന്നുള്ളത് മുദക്കറായിട്ടും മുഅന്നഥായിട്ടും പെരുമാറപ്പെടും. മുൻസരിഫാണത്, വൈറു മുൻസരിഫല്ല. ഉളുഹിയ്യത്തിന് ഉളുഹിയ്യത്തെന്ന് പേര് വെക്കാൻ കാരണം ദുഹാ സമയത്ത് അതിനെ അറുക്കുന്നത് കൊണ്ടാണ്. അല്ല, ദുഹാ സമയത്ത് അറുക്കുന്നതുകൊണ്ട് ഉളുഹിയ്യത്തെന്ന് പേരിട്ടു. ഇന്ന അലാ കുല്ലി അഹ്ലി ബൈത്തിൻ ഫീ കുല്ലി ആമിൻ അൽഹാത്തുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ വീട്ടുകാർക്കും എല്ലാ ദിവസവും, എല്ലാ മാസവും, എല്ലാ വർഷവും, എല്ലാ വീട്ടുകാർക്കും എല്ലാ വർഷവും അൽഹാത്തുന്നുണ്ട്. ഫഅലാത്തു അതിന്, ഫഅലാത്തു അതിനെന്നുള്ളത് ഹാത്തയാണ്, ബാത്തയല്ല. ബാത്തയാകുമ്പോ പിന്നെ മറ്റേ ഇതിലാവും. അൽഹാത്ത് ഉളുഹിയ്യത്തിലുള്ളൊരു പ്രയോഗമാണ് കേട്ടാ. ഖാല ബിൻ നിഹായയിൽ പറഞ്ഞു, നിഹായ ലുഗത്തിന്റെ കിതാബാണ്. ഫീ ലുഗാത്തുൻ ഉളുഹിയ്യത്തുൻ വ ഇളുഹിയ്യത്തുൻ വൽ ജംഉ അളാഹിയ്യു വളഹിയ്യത്തുൻ. ഉളുഹിയ്യത്ത്, ഇളുഹിയ്യത്ത്. ഉളുഹിയ്യത്ത് എന്ന് മുഫ്രദ് പറയുമ്പം അതിന്റെ ജംഉ അളാഹിയ്യ് എന്ന് പറയും. മനസ്സിലായോ? ലഹിയ്യത്ത് എന്ന് പറയും. ലഹിയ്യത്ത് എന്ന് പറയുമ്പം അതിന്റെ ജംഉ ലഹായ എന്ന് പറയും. ലഹിയ്യത്ത്, ലഹായ. അൽഹാത്ത് എന്ന് പറയും, അതിന്റെ ജമ്മാണ് അൽഹ. വേണ്ട, ഇങ്ങനെ പ്രയോഗം അവിടെ പറഞ്ഞിട്ടുണ്ട്.
ലമ്മാത്തിൽ അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ഹാ ബിഫത്തഹിൻ വസുക്കൂനും ജമ്മു അദ്ഹാത്ത് എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇൽഹിയ്യത്തിന്റെ ജമ്മായി വരുമ്പം അലാഹിയ്യ് എന്ന് വരും, ലഹിയ്യത്തിന്റെ ജമ്മായി വരുമ്പം ലഹായ എന്ന് വരും, അദ്ഹാത്തിന്റെ ജമ്മാകുമ്പം അദ്ഹാ എന്ന് വരും. എന്താ അപ്പൊ ഇവിടെ നമ്മളെ എന്തായിരിക്കും പറഞ്ഞത്? അദ്ഹാ എന്ന് പറഞ്ഞു. യൗമുൽ അദ്ഹയിൽ പുറപ്പെട്ടു തങ്ങൾ. ഫീ അദ്ഹാ ബിവത്തൽ ഹംസത്തി ഫീ അദ്ഹാ ഫീ അദ്ഹൻ എന്താ ബിവത്തൽ ഹംസത്തി വത്തൻവീനി വാഹിദുഹു അദ്ഹാത്തുൻ ലുഗത്തുൻ ഫിൽ ഉദ്ഹിയ്യത്തി എന്ന്. അദ്ഹയിൽ അദ്ഹകളാകുന്ന പല അദ്ഹകളിൽപ്പെട്ട ഒരു അദ്ഹയിൽ പുറപ്പെട്ടു. അല്ലെങ്കിൽ ഈദുൽ അദ്ഹ എന്നും പറയാം. ഒരു മുലാഫ് സങ്കല്പിച്ചുകൊണ്ട് ഈദുൽ അദ്ഹ ഫീ ഈദി അദ്ഹ എന്ന് പറയാം, ഫീ ഈദി അദ്ഹൻ എന്താ അങ്ങനെയും പറയാം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടെന്ന് മുല്ലാലിയിൽ കാര്യം പറഞ്ഞു. ഈദുൻ നഹർ, ഈദുൽ അദ്ഹ. وفي بعض النسخ بترك التنوين سمي بذلك. ലഹിയ്യത്ത് എന്നൊക്കെ പേര് വെച്ചത് ലിഅന്നഹു യുഫ്അലു വഖ്ത ളുഹ, ളുഹയുടെ സമയത്ത് അതിനെ പ്രവർത്തിക്കപ്പെടും. വഹുവ ഏതാണ് സമയം? ഇർത്തിഫാഉ ശംസ്, സൂര്യൻ ഉയർന്നത് മുതൽ. മനസ്സിലായില്ല? അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞത് ഔ ഫിത്തറിൻ, തങ്ങളല്ല റാവി. ആരാണ്? അബൂ സഈദ് അൽ ഖുദരി. ഓര് പറഞ്ഞു. അല്ലെങ്കിൽ തങ്ങൾ പുറപ്പെട്ടത് ഫിത്തറിൻ എന്നാണ്. ഫിത്തർ എന്നത് ചെറിയ പെരുന്നാളിന്റെ ദിവസം കേട്ടാ. പിന്നെ യൗമ ഈദിൻ എന്ന് വേറൊരു റിവായത്തിലുണ്ട്, യൗമ ഈദിൻ എന്നുണ്ട്. അങ്ങനെ അവൻ പിന്നെ ഈ ലോകത്തൊന്നും പറയേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ഫീ ഫിത്തർ എന്ന് വേറെ റിവായത്തുണ്ട്, ശക്കൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇലൽ മുസല്ല, മുസല്ലയിലേക്ക് പുറപ്പെട്ടു. വ മൗദിഉൻ ഖാരിജൽ മദീനത്തിൽ മുത്തഹറ, മദീനത്തുൽ മുത്തഹറ, മദീനത്തുൽ മുശറഫ, മദീനത്തുൽ മുകറമ, മദീനത്തുൽ മുഅല്ലമ. വെറും മദീന എന്ന് പറയുന്നു വേണ്ട, ഷറഫാക്കപ്പെട്ട മദീന, മുഅല്ലമായ അളമത്താക്കപ്പെട്ട മദീന, പരിശുദ്ധമാക്കപ്പെട്ട മദീന. ബൈനഹു വ ബൈനൽ മസ്ജിദിൻ നബവി അൽഫു ദിറാഇൻ, തങ്ങളുടെ പള്ളിയും ഈ മുസല്ലയും തമ്മിൽ 1000 മുഴം ദൈർഘ്യമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടി നിങ്ങൾ ഗ്രൗണ്ടിൽ പോയി നിക്കരിച്ചോളൂ. റസൂലുള്ളാഹി കണ്ട പള്ളി ഉണ്ടായിട്ടും ഗ്രൗണ്ടിൽ പോലെ നിക്കരിച്ചെന്ന് പറയും. അതിനകത്ത് പള്ളി ഉണ്ടല്ലോ അല്ലേ? പിന്നെ എന്തിനാ ഗ്രൗണ്ടിൽ പോയത്? പെരുന്നാൾ ഈ കാലം ഗ്രൗണ്ടിൽ പോയി നിക്കരിക്കണം. നിങ്ങളെന്തൊരു ആൾക്കാരാ? നിങ്ങൾ പറയുകയും ചെയ്യും ഞങ്ങളത് സുന്നികളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എന്ന് ഭയങ്കര വീമ്പിടുകയും ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ട് വല്ല ഗ്രൗണ്ടിലും പെണ്ണുങ്ങളെ കൊണ്ട് അല്ല ഇക്കാര്യത്തിനായി നിങ്ങൾ അവരെ എതിർക്കുകയും ചെയ്യും. കിതാബുകളായ കിതാബ് വിളിക്കുകയും എവിടെ പോയി എന്നാ പറഞ്ഞത് അല്ലേ? ഇലൽ മുസല്ലാന്ന്. നിങ്ങളെന്തോ മറുപടി അറിയും? മുജാഹിദീങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയാ? വേഗം പറയും. പള്ളിയിൽ വലിയ പള്ളി ഉണ്ടാക്കണം.
പെരുന്നാളല്ലേ എന്നല്ലയാ PSP ഒക്കെ വരുന്ന സമയമാണ്, പെരുന്നാൾ സ്പെഷ്യൽ പാർട്ടിയൊക്കെ. അതുകൊണ്ട് പള്ളിയിൽ RSPയും PSP ഒക്കെ ഇല്ല, റമദാൻ സ്പെഷ്യൽ പാർട്ടി, ഞങ്ങൾക്ക് PSP അങ്ങനെ ഇല്ല. ഈ നാട്ടിലെ RSPക്കാരുണ്ട്. വേദാണ്ട് പണ്ടത്തുള്ള മൗലവിമാരെന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പള്ളി കറിയുന്നിട്ടേ RSP. അപ്പൊ ഇയാൾക്ക് അവർക്ക് തോന്നി ആ പേരങ്ങട്ടേക്കാണ്. അങ്ങനെ റമദാൻ സ്പെഷ്യൽ പാർട്ടി എന്നൊരു പേരിട്ടു. മറ്റൊരു PSPക്കാർ മുസല്ലയിലേക്ക് പുറപ്പെട്ടു. അത് പള്ളി വേണ്ടാണ്, പെരുന്നാളായ പള്ളി പൂട്ടിയാണ്, വേഗം പൊയ്ക്കോളി എല്ലാവരും കൂടെ മുസല്ലയിലേക്ക്. അങ്ങനെ അവിടെ മുസല്ല എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ പ്രത്യേക സ്ഥലം സൗകര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കണക്ക് കന്നാലി ചന്തയിലല്ല അവർക്കുള്ള മുസല്ല. ഇവിടുത്തെ മുസല്ല കന്നാലി ചന്തയില, മനസ്സിലായ? അവിടെ മുസല്ല എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെ ഈദ്ഗാഹ് ഉണ്ട്. പിന്നെ പോയ സന്ദർഭം ഇയാൾ പറഞ്ഞ ഞങ്ങൾക്ക് പള്ളിയിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മൈതാനത്ത് വരുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് ചടകുടഞ്ഞ് എഴുന്നേറ്റ് പോയിക്കളഞ്ഞു. വീട്ടിൽ നിന്ന് കൊച്ചുകളും കുട്ടികളും പെണ്ണുങ്ങളും എല്ലാം മുസല്ലയിലേക്ക് പോയി. ഫമറ എന്താ? ഫമറ എന്ന ഒരു ഫാ ഉണ്ട് അവിടെ. അൽ മുസല്ല ഇലൽ മുസല്ല അൽ മൗജൂദി ഇലൽ യൗം. ഇബ്നു ഹജർ അങ്ങനെ പിന്നെ വരാതുണ്ട് ഖാരിജ സൂറിൽ മദീന. എന്താ? ഫമറ അലൻ നിസാഇ, പെണ്ണുങ്ങളരികിൽ കൂടി തങ്ങൾ നടന്നുപോയി. മുസല്ലയിലേക്ക് പോയിട്ട് ഫമറ അലൻ നിസാ ഇല്ലേ? മറയും മറ അല കൊണ്ടും ബാകൊണ്ടും വിട്ടുകൊടുക്കായിരിക്കും. അങ്ങനെ മറ അലൻ നിസ എന്നല്ലേ അല്ലേ? മറ അലൻ നിസ എന്ന് പറയും. അങ്ങനെ പ്രയോഗം ഉണ്ടായിരിക്കും, അങ്ങനെ പ്രയോഗം ഉണ്ടായിരിക്കും അല്ലേ? മറത്തു ബിഹി നമ്മൾ ഇത്രയും നാളും കേട്ടത്, മറ അലാ ചെയ്തും കേട്ടില്ല കേട്ടോ. ഇതെവിടെ ആരാ കടിച്ചേ? പെണ്ണും പെണ്ണും എല്ലാം കടിച്ചോടാ? എന്തുരുവോ? മുഖക്കുരുവോ മോഹക്കുരുവോ? ആരപ്പം തന്നെ മോഹിക്കുന്നിപ്പം. ഫമറ അങ്ങനെ തങ്ങൾ നടന്നുപോയി. അലന്നിസ തങ്ങൾ വന്നു, മുസല്ലയിലേക്ക് വന്നു. വന്ന കാര്യം എന്തിനാ? നിസ്കരിക്കാൻ. നിസ്കാരമെല്ലാം കഴിഞ്ഞു. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ വന്നിരിക്കുന്നു. വാഴേക്കാൻ വന്നാണ് പെണ്ണുങ്ങൾ, നിസ്കരിക്കാൻ വന്നെന്ന് പറയാം നമ്മൾ ഇല്ല. അപ്പം എന്തായാലും അവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ചു എന്ന് വരത്തില്ല. ഒരു സ്ഥലത്ത് ഒരുമിക്കുകയാണെങ്കിൽ ഒരാളുടെ ശബ്ദം എല്ലായിടത്തും കേൾക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിന്റെ കറാമത്തും അതാണ്, മൊയ്‌സത്തും അതാണ്. ചെറിയ ശബ്ദത്തിൽ പറയുക, ലക്ഷങ്ങൾ കേൾക്കുക എന്നതാണ് അവിടുത്തെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മൈക്കൊന്നുമില്ല, അവിടെ മൈക്ക് വേണ്ടതാണ്. അറഫാ ദിവസത്തിൽ തങ്ങൾ പ്രസംഗിച്ചില്ലേ, ഭയങ്കര വമ്പം പ്രസംഗം. അല്യോമാക്കും ദീനക്കും. ലക്ഷോപലക്ഷം സഹാബത്തുകളാണ് അന്ന് അവിടെ വന്നത്. അവർക്കെല്ലാവർക്കും തങ്ങളുടെ ശബ്ദം കേൾക്കും. ശബ്ദത്തിന്റെ കറാമത്താണ്, മൊയ്‌സത്താണ് തങ്ങളുടെ ശബ്ദത്തിന്റെ പ്രത്യേകത. നമ്മളെ ശബ്ദം പോലെയല്ല. നമ്മൾ പറഞ്ഞ അവിടെ പരിമിതിയുണ്ട്. 1000 പേരും കേൾക്കില്ല. കേൾക്കൂ? ഇല്ല, 10-40 പേരെ കേൾക്കും, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഒറ്റ പ്രസംഗത്തിലല്ല, 2 പ്രസംഗം നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായി? അപ്പോൾ ആദ്യം ആണുങ്ങൾക്ക് വർത്താനം പറഞ്ഞു, പിന്നെ പെണ്ണുങ്ങൾ അരിവ് പോയി. അതിൽ പോയിട്ട് ഞങ്ങൾ ഭയങ്കര വമ്പ ഭയന്ന് പറഞ്ഞു. ഫഖാല യാ മഅ്ശറ നിസാ തസദ്ദഖ്ന. നിങ്ങൾ മുസ്ലിംമാരെ പറ്റി പറയത്തില്ലേ, കാത് മുറിക്കുന്ന മൊയിലാരാ, കഴുത്ത് മുറിക്കുന്ന മൊയിലാരാണ്. ഈ കഴുത്തും കാതൊക്കെ മുറിച്ച് കാണിച്ചെന്ന് ആദ്യം ആരാ നബിതങ്ങളെന്ന് ചോദിക്കും. യാ മഅ്ശറ നിസാ, ഓ പെണ്ണുങ്ങളുടെ സമൂഹമേ. അൽ മഅ്ശർ മസ്കൽ പോലെ, മഅ്ശർ മസ്കൽ ജമാഅത്തിനാണ് പറയാ. യാ മഅ്ശറൻ നിസാഇ എന്ന് പറഞ്ഞു. യാ ജമാഅത്തഹുന്ന മിനൽ അശീറത്തി അൽ മുആശറത്തി. മുആശറത്ത്, അശീറത്ത് പരസ്പരം കൂടിക്കഴിയുന്നവർ. എന്നാ അല്ലാഹ്. യാ മഅ്ശറൻ നിസാ, പെൺസമൂഹങ്ങളെ, പെണ്ണുങ്ങളുടെ സമൂഹമേ. പെണ്ണുങ്ങളുടെ സമൂഹമേ എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും പറ്റട്ടെ, അവിടെ ഉള്ളവരും പിന്നെ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുത്തട്ടെ എന്നല്ല. യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന, നിങ്ങൾ സദഖ നൽകണം. തസദ്ദഖ്ന, തസദ്ദഖ, തസദ്ദഖ, തസദ്ദഖ യതസദ്ദഖു അല്ലമലമനോ തസദ്ദഖ് അല്ലേ. തസദ്ദഖ്, തസദ്ദഖ, തസദ്ദഖു, തസദ്ദഖി, തസദ്ദഖ, തസദ്ദഖ്ന. ഏത് പേരാണത്? തസദ്ദഖ്ന എന്ന് 2 എണ്ണം വരും. തസദ്ദഖ, തസദ്ദഖ, തസദ്ദഖു, തസദ്ദഖത്ത്, തസദ്ദഖത്ത. അവിടെ ഒരു തസദ്ദഖ്നുണ്ട്, അവിടെ മാദിയാണ്. മനസ്സിലായില്ല? ഇവിടെ മാദിയല്ല, ഇവിടെ ഏതാ? ഇവിടെ അമ്രാണ്. അമ്രാണെന്ന് അറിയിക്കാൻ യാ മഅ്ശറൻ നിസാ ആദ്യം പറഞ്ഞേക്കണം. അല്ലെങ്കിൽ തസദ്ദഖ്ന എന്ന് പറഞ്ഞാൽ പോവാം, നമുക്ക് ആ പെണ്ണുങ്ങൾ സദഖ ചെയ്തു. അങ്ങനെയല്ല, പെണ്ണുങ്ങളെ നിങ്ങൾ സദഖ ചെയ്യണമെന്ന് പറഞ്ഞ അല്ല. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിൻ നാരി എന്ന് പറഞ്ഞു. എനിക്ക് കാണിക്കപ്പെട്ടു. ഉരീതു, എനിക്ക് കാണിക്കപ്പെട്ടു. ഫഇന്നി ഉരീതു, എനിക്ക് കാണിക്കപ്പെട്ടു. കുന്ന, നിങ്ങളെ. എന്തായിട്ട് കാണിക്കപ്പെട്ടു? 2ാം മഫൂല്, 3ാം മഫൂല്. അക്സറ, ഉരീതു എന്നതിനകത്ത് ഫീലും ഇസ്മ ഫാഇൽ ദമീർ നായിബ് ഫാഇൽ മഫൂൽ അവ്വല്. കുന്ന എന്നുള്ളത് 2ാം മഫൂല്, അക്സറ എന്നുള്ള 3ാം മഫൂല്. അങ്ങനെ പറഞ്ഞില്ലേ നമ്മൾ തഖ്വീൽ സാഞ്ചി പറഞ്ഞില്ലേ ഒരു കിതാബിനകത്ത് പാട്ടാണ്. നുബ്ബിഉതു അംറൻ ഖാരിസൻ റഅസഹു എന്ന് പറഞ്ഞില്ലേ. നുബ്ബിഉതു, എനിക്ക് വർത്തമാനം അറിയിക്കപ്പെട്ടു. അംറൻ, അംറിനെ സംബന്ധിച്ചുകൊണ്ട്. ഖാരിസൻ റഅസഹു പറഞ്ഞില്ലേ, അത് തലയെ താക്കുന്നവനായിട്ട് പറഞ്ഞില്ലേ. ഉരീതു, എനിക്ക് കാണിക്കപ്പെട്ടു. അറല്ലാഹു എന്നതിന്റെ അർത്ഥം. അറല്ലാഹു, അല്ലാഹു കാണിച്ചു തന്നു. ഇയ്യായ, എനിക്ക്. കുന്ന, നിങ്ങളെ. അക്സറ വേണ്ട. ഇതെപ്പോ കണ്ടു എന്ന് വെച്ചാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകം ഒന്നാകെ ലൈവ. നമുക്ക് ഈ കാണുന്ന ലോകമൊക്കെ ലൈവുള്ളൂ. തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ലൈവേ ഉള്ളൂ, അവിടെ ഒന്നും വൈബില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ബുഖാരി എന്ന് പറഞ്ഞില്ല, ആ വരുന്നറോ നരകം. എന്താ വർത്താനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്താനം ഭയങ്കര വർത്താനം. ആ വരുന്നറ അസ്വർഗം, ദനാ മിന്നി, ഇതാ സ്വർഗം എന്നോട് അടുത്തു എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറഞ്ഞതില്ല, അയാൾ പറഞ്ഞ കണക്കാണോ? ഇല്ലേ? അങ്ങനെയാണ്. ഒരാളുണ്ടല്ലോ, ഒരു മേജിക്കാരൻ. എന്താണ് പേര്? ഒരു മേജിക് നടത്തുന്ന ഒരാളില്ലേ ഈ നാട്ടില്, ഒറ്റക്കാട്. മുതുകാട്, അത് തന്നെ, മുതുകാടായവനാണ്. മുതുകാട്. അവൻ ചിലപ്പോൾ അവൻ പ്ലെയിനൊക്കെ വിഴുങ്ങുന്നുണ്ടോ കാണിച്ചു നമ്മൾ.
ഒരു ട്രെയിനൊക്കെ അവനങ്ങ് വിഴുങ്ങുന്ന കാണിച്ചു നമുക്ക് അതേ കണക്കാ തങ്ങൾ കളിച്ച ദാ വരുന്നടാ സ്വർഗം. തങ്ങൾ കളിച്ച കണക്കല്ല, തങ്ങൾക്ക് അതിനെല്ലാം പവറുണ്ട്. സ്വർഗം എന്ന് പറയുന്ന വലിയൊരു ലോകം അല്ലേ, എത്രങ്ങാണം വീതി നീളമുള്ള സാധനം സ്വർഗം. അതിനെ തങ്ങൾ കൈയാറ്റിയാൽ തങ്ങൾ നിൽക്കുന്നിടത്ത് വരണമെന്ന് വെച്ചാൽ അവിടെ വരും. കാരണം അവറ്റിങ്ങൾക്കും ചിലപ്പോൾ ആഗ്രഹം കാണും, ഞങ്ങളെ പഠിക്കാൻ കാരണക്കാൻ ഒരാളുണ്ട്, അയാളെ പോയി ഒന്ന് കണ്ടിട്ട് വരാണ്. എന്നെ പഠിക്കാൻ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ സ്വർഗം പഠിക്കാൻ കാരണക്കാരൻ ആരാ? അസുഖല്ലേ. നരകം പഠിക്കാൻ കാരണക്കാരൻ ആരാ? അസുഖല്ലേ. അപ്പൊ ഈ സ്വർഗത്തിലും നരകത്തിലും ഒരു ആഗ്രഹം കാണും, ഞങ്ങളെ പഠിക്കാൻ കാരണക്കാരനായ ആളെന്ന് പോയി തന്തയെ കാണാൻ ആഗ്രഹം ഇല്ലാത്തവരാണ് ഈ ലോകത്ത്. കാണോ? ഏറ്റവും വലിയ തന്ത അബുൽ അവ്വൽ, ലോകത്തിന്റെ അബാണല്ലോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വലോകത്തിന്റെ ഈ അബാണ്. അതുകൊണ്ടാ ജിൻസുൻ ആലിയാണ്. ജിൻസുൻ ആലിന്നല്ല, ഓന്നാലിന്ന് എന്ത് മനസ്സൊന്നും അതിനെ പറ്റി പറയാൻ പറ്റും. അപ്പൊ തങ്ങളിലേക്ക് സ്വർഗം അടുത്തു എന്ന് പറഞ്ഞാൽ തങ്ങൾ പറയാം, ഞാനെനിക്ക് തോന്നിപ്പോ ഇതൊരു കൊലിഞ്ഞത്തും വരെ നല്ല മുന്തിരിക്കെ ഇങ്ങനെ കണ്ടിട്ട് എന്താ രസം, മനസ്സിലായേ? അതിനൊരു കൊലയെടുത്തോണ്ട് നിങ്ങൾക്ക് തരാനൊക്കെ തീരുമാനിച്ചു. പക്ഷേ മട്ടല്ലത്, കാരണം തിന്നാ പിന്നെ നിങ്ങൾ മരിച്ചു പോത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മരിക്കണമല്ലോ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്നെ ഒന്ന് ഖബറിൽ കാണാൻ. അതുകൊണ്ട് തങ്ങൾ നമ്മളോട് കരുണ കാണിച്ചാണ്, സഹാബത്തിനോട് കരുണ കാണിച്ചു. അതുകൊണ്ട അങ്ങനെ കൊടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നരകം ഇങ്ങനെ വരുന്നുണ്ട് അപ്പുറത്തുനിന്ന്. ഒരു സൈഡിൽ നിന്ന് സ്വർഗം, ഒരു സൈഡിൽ നിന്ന് നരകം. നരകത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നരകം ഇങ്ങനെ കാണുന്ന റസൂലുള്ളാ. അപ്പോൾ അതിനകത്തൊരു ഒരു ഭയങ്കര ഒരു വിക്രസ് നടക്കുന്നുണ്ട്, ഭയങ്കര ഒരു അദാബ്. എന്താ അദാബ്? പണ്ട് ഒരു പെണ്ണ് ഒരു പൂച്ചയ്ക്ക് കെട്ടിയിട്ടാണ്. പൂച്ചയ്ക്ക് വെള്ളവും കൊടുത്തില്ല, ഭക്ഷണവും കൊടുത്തില്ല. അതിനെ അഴിച്ചുവിട്ടാൽ പോയിട്ട് എന്തിനെ കഴിച്ചു, അതിന് അത് ചെയ്തില്ല. അപ്പൊ ആ പൂച്ച ഇങ്ങനെ ആ പെണ്ണിനെ ഇങ്ങനെ അള്ളിക്കൊണ്ടിരിക്കുക, മാന്തിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ തങ്ങൾ കാണുകയല്ല ലൈവായിട്ട്. അപ്പൊ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും എല്ലാം 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 എന്താണ്? തങ്ങൾക്ക് ലൈവാണ്. നമുക്കിപ്പോൾ ലൈവ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ഇല്ലേ? ഇതിനകത്തൊക്കെ എന്തായാലും യോഗങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ലൈവ് യോഗങ്ങളാണ് ഫുള്ളും. എന്താ രസം! ഏതെല്ലാം നാട്ടുകാരെ ഇതിനകത്ത് കണ്ടേക്കുന്നത് നമ്മൾ, ഏതെല്ലാം ലോകത്ത് നിൽക്കുന്നവരെ കാണുന്നത്, ഫോണിൽ കൂടെ കാണുന്നത്. ചെറിയൊരു ലോകത്ത് അല്ലേ, ഈ ചെറിയ സാധനം കൈക്കൊണ്ട് നടക്കുന്ന സാധനത്തിന് ഏതെല്ലാം രാജ്യങ്ങളിൽ ഈ പങ്കെടുക്കുകയാണ്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഗൾഫിൽ നിന്നാണ് ചോദിക്കുന്നത്, ഞാൻ റിയാദിൽ നിന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഉറക്കം കൂടെ പോകുന്നുണ്ട്, മനസ്സിലായി? ഞാൻ റിയാദിൽ നിന്നാണ് ചോദിക്കുന്നത്. എവിടെ? മലപ്പുറത്തുകാരനോട് ചോദിക്കുക റിയാദിൽ നിന്നിട്ട്. അവൻ ലൈവാണ് അവൻ. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പുന്നാര നബിയെ മനസ്സിലാക്കാൻ ഇനി വേറെ എല്ലായിടത്തും വേണം. അതുകൊണ്ട് മാ കദബൽ ഫുആദു മാ റഅ. അപ്പൊ തുമാറൂനഹോ അലാ മാ യറ. മാ കദബൽ ഫുആദു മാ റഅ. തങ്ങള് അങ്ങ് പോയി കണ്ടുവന്നു, അതിനെ തങ്ങളെ കൽബ് കളവാക്കിയിട്ടില്ല. മിറാജിന്റെ രാത്രിയിൽ പോയതും സംസാരിച്ചു. അഫതുമാറൂനഹു അലാ മാ യറ. തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നിന്റെ മേൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ ചോദിക്കുന്നത്. അലാ മാ യറ, യറ എന്നുള്ള മുദാരിയ പേരല്ലേ? മുദാരിയ പേര് എന്താ നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നത്? എന്ത് ടെൻസ് എന്നാ? ഫ്യൂച്ചർ ടെൻസ് എന്നാ? അതോ പാസ്റ്റ് ടെൻസ് എന്നാ? ഫ്യൂച്ചർ. ഹാലിയ പേര് എന്ന് പറയും പ്രസന്റ് ടെൻസ്, മനസ്സിലായേ? മുദാരിയ പേരിന് മുസ്തഖ്ബലായിട്ട് പെരുമാറാം, ഹാലായിട്ട് പെരുമാറും. പേരെന്തോ? പ്രസന്റ് ടെൻസ്. അലാ മാ യറ. എന്താ? തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ലൈവാണ്. അതുകൊണ്ട് ഉരീത്തുക്കുന്ന എന്ന് പറഞ്ഞാൽ എന്തിനാ? അത് തങ്ങളെ അതപുകൊണ്ട് പറഞ്ഞതാ. അള്ളാഹു എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ, മനസ്സിലായില്ല? അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ഇതൊന്നും പിന്നാലെ നബിയും അള്ളാഹുവും സ്വർഗവും നരകവും ഒന്നും എന്തല്ല, ഈ ലോകം തന്നെ തങ്ങൾക്ക് അദൃശ്യമല്ല. സർവ്വതും കാണാൻ ഉദ്ദേശിച്ചാൽ എല്ലാം കാണും, ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒന്നും കാണുന്നില്ല, അവിടെ കിടന്നോട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉരീത്തുകുന്ന പെണ്ണുങ്ങളെ സദക്ക ചെയ്തോളി, നരകത്തിൽ കൂടുതലും നിങ്ങളാ.
അതുകൊണ്ട് പൈസ ഇല്ല. അതായത് അർത്ഥം ഞങ്ങൾ പൈസ മേടിച്ചാലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നോ? ഇത് സ്വർഗം വയ്ക്കുന്ന ആളാ ഞങ്ങൾ, അല്ല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളാ ഞങ്ങൾ. അതല്ലേ നമ്മൾ പാടുന്നത്. അന്തവും മുഞ്ചിൽ ഖലായിഖി മിൻ ജഹന്നമ എന്ന് പാടുന്ന വെറുതെ അല്ല. അത് എഴുതി മറന്ന് വെറുതെ പറഞ്ഞല്ല. മുഞ്ചിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ വദി എന്നുള്ളത് തങ്ങളെ പറ്റി വെറുതെ പറഞ്ഞല്ലത്. ഉരീതുകുന്ന ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിൻ നാർ ഫഖുൽന. ആ പെണ്ണുങ്ങൾ നല്ലത് അത്തമല കേട്ടോണ ഞങ്ങൾ നരകത്തിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതെന്തോ ഞങ്ങൾ നരകത്തിൽ പോലെ ഞങ്ങൾ നമ്മുടെ നിൽക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തല്ലോ. എന്താ ഞങ്ങൾ നരകത്തിൽ പോലെ പെണ്ണുങ്ങളങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയില്ലേ? മുസ്ലിംകാരങ്ങനെ വിടത്തില്ല. എന്താ കാരണം? ഞങ്ങൾ നരകത്തിൽ പോലെ എന്തോ കാരണം ഞങ്ങൾ പറയാൻ ഞങ്ങൾ കേൾക്കുന്നില്ലയോ? നിങ്ങൾ ഞങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിക്കുന്നു. ഇതെല്ലാം ഇതിലെ ഞങ്ങൾ നരകത്തിൽ പോന്നേ. അവന് കാരണം വിശദീകരിച്ചു. മനസ്സിലായില്ല? അതിനെ പറയുന്ന കാല തുക്ക് സീർന്ന് അല്ല കാല കൊല്ല ഫകുല്ല അല്ല. ആ പെണ്ണുങ്ങളങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയില്ലേ? ഫകുല്ല പെണ്ണുങ്ങൾ ചോദിച്ചു എന്നതിന്റെ അർത്ഥം. ഫഇന്നി ഉരീതുകുന്ന ഐ അഅലംതു അന്നകുന്ന അക്സറ അഹ്ലിൻ നാർ فهو متعد إلى ثلاثة مفاعل أقيم الأول منها مقام الفاعل. ഉരീതുകുന്ന എന്നതിന് എനിക്ക് കാണിക്കപ്പെട്ടു എന്നതിന് എനിക്കറിയിക്കപ്പെട്ടു എന്നതിന് രണ്ട് വിധേന അറിയിക്കലുണ്ടാകാം. ഒന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ട് അറിഞ്ഞതാകാം. അല്ലെങ്കിൽ ലൗ കൂശിഫ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതെന്ത് ചെയ്തു? പരസ്യമായ രീതിയിൽ കാണിക്കപ്പെട്ടത് ആകാം എന്ന് രണ്ട് ഇഹ്തിമാലാണ് പറഞ്ഞത്. ആ ഇഹ്തിമാല റദ്ദ് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത്. ദാ സ്വർഗം അടുത്ത് വരുന്നു. എന്താ അടിപൊളി കൊലകളാ. ദാ നരകം അടുത്ത് വരുന്നു. അതിനകത്ത് കണ്ട ഒരു പെണ്ണിനെ ഇങ്ങനെ ഒരു പൂച്ച ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തങ്ങൾ ലൈവായിട്ട് കാണല്ലേ? മനസ്സിലായില്ല? അതുകൊണ്ട് തങ്ങൾക്ക് എല്ലാം ലൈവായതുകൊണ്ട് തങ്ങൾ ഇങ്ങനെ പറയണം. അല്ലാ ഇന്നി ഉരീതുകുന്ന അലാ തരീഖിൽ കശ്ഫി ഔ അലാ സബീലിൽ വഹ്യി എന്ന് മുല്ലാലിൽ ഖാരി റഹ്മഹുല്ലാ എഴുതിയിട്ടുണ്ട്. വഹയിന്റെ മാർഗേന അതല്ലെങ്കിൽ കശ്ഫിന്റെ മാർഗേന. കശ്ഫ് ബിമാന അങ്ങനെ പരസ്യമായിട്ട് കാണിച്ചു കൊടുക്കുക. അതാ കശഫ മുക്കാശഫ. മനസ്സിലായില്ലേ? തസദ്ദഖ്ന يا معشر النساء أن الوضع إما وضع باعتبار عام الرجل أو وضع باعتبار عام لموضوع له خاص. تصدقنا അല്ല ഖസ്സഹുന്ന ബിദാലിക. പെണ്ണുങ്ങളോട് മാത്രം പറഞ്ഞ എന്താന്ന്? പെണ്ണുങ്ങളോട് മാത്രം പറഞ്ഞു അങ്ങനെ പറയണമെന്നില്ല. കാരണം പള്ളിയിൽ പിരിവ് കഴിച്ചിട്ടില്ല ഇറങ്ങുന്നത്. ആണുങ്ങൾക്ക് വയതെല്ലാം പറഞ്ഞെടുത്ത് വീണ്ടും പിന്നല്ലേ വയന്ന് നടക്കുന്നത്. പെണ്ണുങ്ങൾക്ക് വന്ന് പറഞ്ഞതല്ലേ. ഖസ്സഹുന്ന ബിദാലിക ലിമാ റത്തബഹു അലൈഹിൽ വാഖി മൗഖിൻ ലില്ലത്തി വഹു ഖൗലു ഫഇന്നി ഉരീതുകുന്ന. അല്ല തങ്ങളെ പെണ്ണുങ്ങളോട് മാത്രം പറയാനുള്ള കാര്യം തങ്ങൾക്ക് കശ്ഫ് ചെയ്യപ്പെട്ടതിൽ പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തിൽ കണ്ടത്. ആ ഒരു കാരണം കൊണ്ടാണ് പെണ്ണുങ്ങളോട് അത് പറഞ്ഞത് തസദ്ദഖ്ന എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആണുങ്ങളോട് പറഞ്ഞില്ല എന്നൊന്നും വരത്തില്ല. ഏട്ടാ ഉരീതുകുന്ന ബിളമ്മി അവ്വലിയ ഐ ഉഖ്ബിർതുകുന്ന.
അല്ലെങ്കിൽ ഉലിംതുകുന്ന വമിൻ സമ്മ ഉദ്ദിയ ലിസലാത്തി മഫാഇല കണ്ടാ അദ്ദു ഇലാ സലാദത്തിൻ അംബാറ അലാമ നബ്ബഅ അഖ്ബറ എന്ന് പറഞ്ഞില്ലേ ലൗ ഖുബിർതുകുന്ന എന്ന് ഫഖുൽന പെണ്ണുങ്ങൾ ചോദിച്ചു കൈഫ യകൂനു ഹാദാ അതെങ്ങനുണ്ടാകാനാണ് വബിമ എന്ന ചോദ്യം വബിമ എന്ന് പറഞ്ഞാൽ കവലിന്റെയും മക്കുവിന്റെയും വാവ് വരൂ കാല സെയ്ദ് പറഞ്ഞു എന്തു പറഞ്ഞു അമ്രുൻ ദാഹിബിൻ എന്ന് പറഞ്ഞു കാലിന്റെ മക്കൾ വാവ് വരൂ ഇല്ല അവിടെ എന്തോ വബിമ എന്നാ അപ്പൊ അതിനു മുമ്പ് സങ്കല്പിക്കണം കൈഫഹാദ അതെങ്ങനുണ്ടാകും വബിമ അതിന്റെ കാരണം എന്താ എന്ന് കൈഫഹാദ എന്ന ഒരു മഅ്തുഫ് സങ്കല്പിക്കണം അതിന്റെ മേലെ അത്തുപ്പാക്കണം ഏതിനെ വബിമ എന്നുള്ളതിനെ തിരിഞ്ഞോ വബിമ യാ റസൂലല്ലാഹ് വബിമ അസ്ലുഹു മാനാണ് ഹുദിബത്ത് അലിഫു മാ അൽ ഇസ്തിഫ്ഹാമിയത്തി بدخول حرف الجر عليها تخفيفا والباء بالصوبية متعلقة بمقدر بعدها والواو إما للعطف على مقدر قبله والتقدير فقلنا كيف يكون ذلك وبأي شيء تكون أكثر أهل النار أو زائدة ما شاء الله واو زائدة വബിമ എന്നുള്ള വാവ് സായിദയാണ് അതെന്തിനെ സായിദയാക്കി കൊടുത്തത് ലിയദുല്ല അലാ അന്നഹു മുത്തസിലുൻ ബിമാ ഖബ്ലഹു കണ്ടാ മാ ഖബ്ലുമായി കൊണ്ട് ഒരു വസ്ൽ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് ആ വാവ് സായിദയാണ് വാവിനെ വസ്ൽ ചെയ്യാൻ വേണ്ടി വൈങ്കാനാന്ന് പറയത്തില്ല നമ്മൾ പറയത്തില്ല ഇന്നുബാലക വാവ് ഹാലായിട്ടൊക്കെ പറയുന്നില്ലേ വസല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൽ വാവു അത് എഴുതിയുണ്ട് വാർത്താൻ കേട്ടാ ഔസായിദത്തുൻ ഒന്നുകിൽ വാവ് ഇമ്മാലിലത്തഫി ഔസായിദത്തുൻ ലിയദുല്ല അലാ അന്നഹു മുത്തസിലുൻ ബിമാ ഖബ്ലഹു ലാ സുആലു മുസ്തഖില്ലിൻ ബിനഫ്സിഹി മുൻഖത്തിഉൻ അമ്മാ ഖബ്ലഹു മാ ഖബ്ലുമായി കൊണ്ട് മുറിഞ്ഞതായ ഒരു മുസ്തഖില്ലായ സുആൽ അല്ല എന്നറിയിക്കാനാണ് വബിമ പറഞ്ഞത് ബിമ പറയാതെ തിരിഞ്ഞോ എന്നാ ആ വാവനെന്ത് പറയും ആ വാവന്റെ പേരെന്ത് പറയും സീനാബ് എന്ന് പറയാൻ പറ്റൂ സീനാബിന്റെ വാവല്ല അത് വിസാലിന്റെ വാവുൽ വിസാൽ മാക്കവലുമായി കൊണ്ട് വിസാലിന്റെ എന്നാ അത്തുപ്പാക്കാൻ പറ്റുന്നുണ്ടോ അതുമില്ല അപ്പൊ അതിന് പറയുമ്പോ ഒരു പേര് അതിന് പറഞ്ഞേണ്ടി വന്നു അതാണ് അതിന്റെ അർത്ഥം വബിമ വബി അയ്യി വസ്ഫിൻ ഹസല ലനാ ദാലിക അത് അവിടെ പറഞ്ഞു മുമ്പ് സങ്കല്പിച്ചതുകൊണ്ടാണ് ഫഖുൽന കൈഫ യകൂനു കദ അതെങ്ങനുണ്ടാകാം അതെങ്ങനെയാണ് ഉണ്ടായത് വബിമ അതിന്റെ എന്തിന്റെ കാരണം കൊണ്ടാണ് വബിമ എന്താ കാരണം മനസ്സിലായില്ല എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹ് കൈഫ യകൂനു ഹകദ എന്ന് സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്തു വബിമ കൊടുത്തുകൊണ്ട് അതാണ് ഇവിടെ ഒന്നുകിൽ അത് അത്ഫാൻ എന്തായാലും അതൊരു വലിയ കാര്യം ഇപ്പൊ അയാൾ എഴുതിയത് അല്ലെങ്കിൽ ഇബ്നു ഹജർ അൽ ഹൈതമി ഞങ്ങൾ എതിർത്തിരുന്നാണ് അയാൾ എന്താ വബിമ എന്താണ് തങ്ങളെ അതിന്റെ കാരണം വാവുണ്ട് അവിടെ വബിമ വേണ്ട ഇനി എടുക്കണമായിരിക്കും അപ്പൊ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയെന്ന് വരത്തില്ല പെണ്ണുങ്ങൾ പള്ളിയിൽ പോയെന്ന് ഈദ്ഗാഹിൽ പോയെന്നും വരും ഈദ്ഗാഹിൽ പോയി വഅദ് കേൾക്കാൻ പോയി നിസ്കരിക്കാൻ പോയത് അല്ല ചെന്നപ്പോൾ നിസ്കാരത്തിന് ടൈം ഉണ്ടാവും അവർ നിസ്കരിച്ചാണ് തങ്ങളും ആയിക്കോട്ടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവില്ല മനസ്സിലായില്ല തങ്ങൾക്ക് പിന്നെ ആദ്യം തന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് വീടാ കയറുന്നു അപ്പൊ അന്നത്തെ പെണ്ണുങ്ങളാണ് അന്നത്തെ പെണ്ണുങ്ങളോട് ആ വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് പറഞ്ഞാൽ മതി നമ്മളെ പെണ്ണുങ്ങളോട് നമ്മള് അങ്ങനല്ലേ വലിയ ആൾക്കാരെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഒരോട് തങ്ങളെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തില്ല പിന്നെ ഇതേപോലെ ചെയ്തിട്ടില്ല ഉമർ ഖത്താബ് തങ്ങളെ പറ്റി പറഞ്ഞു ഞാൻ പണ്ട് തങ്ങൾ ഞാൻ പിന്നെ ചെയ്തിട്ടില്ല വലിയ ആൾക്കാരൊന്നും പറഞ്ഞാൽ മതി നമ്മൾ 100 വട്ടം പറഞ്ഞാൽ നമ്മളുള്ളത് കേൾക്കത്തില്ല നമ്മളെ വാ വഴിയെന്നല്ലാതെ ഒരു രക്ഷയില്ല
ആ പെണ്ണുങ്ങള് നിങ്ങൾക്ക് ഹൈറ് നല്ലത് നിങ്ങളെ വീടാണെന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളോട്. അപ്പൊ നല്ല പെണ്ണുങ്ങളാണ്, മനസ്സിലായില്ല? ആറ്റുങ്ങൾ നല്ല പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ ആറ്റുങ്ങളെ പറ്റി മോശമായി ചിന്തിക്കാൻ പാടില്ല. തന്നെയല്ല ആറ്റുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയതുമല്ല. ഹദീസുകളുടെ പശ്ചാത്തലത്തിൽ പലരും വേറെയൊക്കെ പറയുന്നുണ്ട്, പർദ്ദയില്ലാത്തവർക്ക് പർദ്ദ ഞങ്ങൾ കടം കൊടുത്തിരുന്നു, അതേ പ്രകാരം തന്നെ ഹൈദുകാരി പെണ്ണുങ്ങളെയും ഞങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു എന്ന് വേറെ ഹദീസിനകത്തുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്തായാലും മനസ്സിലായില്ലേ, നിസ്കരിക്കാൻ പോയതല്ല. അല്ലെ പിന്നെ ഹൈദുകാരി നിൽക്കാറുണ്ടോ? നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ? ഉണ്ടോ? നിങ്ങളായിട്ട് പെണ്ണുങ്ങളില്ല? നിങ്ങളായിട്ട് പെണ്ണുങ്ങളെത്തോട് നാട്ടുകാരാ. وبأي وصف حصل لنا ذلك واصله بما فعذبت ألفه عند دخول الجهاد تخفيفا ويجوز كون الواو زائدة والباء فيها للسببية والتقدير فقلنا പെണ്ണുങ്ങൾ പറഞ്ഞു ബിസബബിൻ അയ്യി സബബിൻ ബിസബബി അയ്യി ശൈഇൻ കുന്ന അക്സറ അഹ്ലിൻ നാർ. കണ്ടോ? ഏതൊരു കാരണത്തിന്റെ ഏതൊരു ശൈഇന്റെ കാരണം കൊണ്ടാണ്, മനസ്സിലായില്ല? ഏതൊരു ശൈഇന്റെ കാരണം കൊണ്ടാണ് പെണ്ണുങ്ങൾ അക്സറായത്? യാ റസൂലല്ലാഹ് ഖാല, തങ്ങൾ പറഞ്ഞു തുക്സിർനൽ ലഅന, പെണ്ണിന്റെ സ്വഭാവം, തുക്സിർന പെണ്ണുങ്ങൾ പെരുപ്പിക്കും, അല്ലഅന ശാപവർത്തമാനമേ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ എപ്പോഴും. പോടാ, നശിച്ചു പോട്ടടാ നീ, അങ്ങനല്ലേ വാസിത്തമ്മ പറയുന്നത്? കുറിച്ചം കേട്ടോ എന്നൊക്കെ പറഞ്ഞാലേ എപ്പോഴും തന്തയില്ലാത്തവരെ കുറിച്ചോളെ. ആരാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? സ്വന്തം ഉമ്മായെ വിളിക്കുന്നത്. ആരെ വിളിക്കുന്നത്? എന്താണ് ചെയ്യാ? അപ്പൊ ഇനി തിരിച്ചെന്ന് വെച്ചാൽ ഉമ്മക്കാരനോട് ചോദിച്ചാൽ അത് കഴിഞ്ഞ് നീ പിന്നെ വില്ലാവിളി വിളിക്കത്തില്ല. എന്താണ് ഇതിനകത്ത് പിടിച്ചും പോയി പഠിച്ചു ഇടങ്ങായി. അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ നമ്മള് പെങ്ങന്മാരെയും ഉമ്മമാരെയൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വിളിക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടുണ്ടോ? മക്കളോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? മറ്റുങ്ങൾ വെറുതെ ദേശപരങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ പറയിപ്പിക്കല്ലോ. ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം തന്നെ പറയിപ്പിക്കാൻ നിൽക്കല്ലോ. ഉമ്മമാരെയും പാപ്പാമാരെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ. നമ്മളെന്തായെന്ന് അവരൊന്നും പറയത്തില്ലല്ലോ. ഇതിങ്ങനെ പൊട്ടിച്ചൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പിന്നെ പറഞ്ഞോട്ടില്ല. എവിടെയാണാ നീ? വെറുതെ ഈ നാലായിട്ട് നഗോര് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ വീട്ടിൽ ഫോൺ ഇട്ടിട്ട് പോകണം, പിന്നെ വിളിക്കത്തില്ല. ഫോൺ നോക്കുമ്പോൾ കിടക്കും, ഇനി അടിച്ചിട്ട് കാര്യമില്ല, എവിടെ പോയി പോട്ട് ഇനി വരും പറഞ്ഞാൽ മറ്റേ ഇത് കുന്തറാട്ടം എടുത്തിട്ട് കൈ വെച്ചിട്ടാ പോകുന്നത്. അപ്പൊ എപ്പോഴും സമാനം കാണത്തില്ല. എവിടെ പോയി? കൊറോണയുടെ കാലഘട്ടം എവിടെ ചെന്ന് കയറിയോ? മോനെ പേടി ബേജാറ് ഭയങ്കര ബേജാറ്. അവ വിളിക്കുക, എപ്പോ വിളിക്കുക, എവിടെയാണാ നീ? ഞാൻ അടുത്തോണ്ട് എവിടെ അടുത്തോണ്ടെന്ന് പറയുന്നത്. അപ്പൊ യാ റസൂലുള്ളാഹ് തുക്സിർനൽ ലഅൻ വൈക്സാറുഹു കബീറത്തുൻ. അല്ല, തുക്സിർന അല്ലഅന, ഒരുപാട് ശാപങ്ങളെ നിങ്ങൾ പെരുപ്പിക്കും. അലിബനാമ് എന്താക്കണം? ബിനാനല തൈരീബിഹ ബിഅന്ന മാ തുബഇദ അലൈഹി ബിഖുസൂസിഹി ഫജഅല അക്സറൽ ലഅന വമാ ബഅദു സബബൻ ലിദുഖൂലിൻ നാർ ബിവഅദിൻ ഐതവഉദിൻ. എന്നാ എന്തേ നിങ്ങൾ സ്വർഗത്തിൽ ഞങ്ങളങ്ങനെ കണക്കാ? പെണ്ണുങ്ങൾ എന്തേ കൂടുതലായത്? പെണ്ണുങ്ങൾ അതിന്റെ കാരണ എന്ത് ചെയ്യും? ശാപവർത്താനം പറയും. എപ്പോഴും നിങ്ങൾക്ക് അതാ പണി. തുക്കുസിർന തന്നെ ഫീലല്ലേ, തജദ്ദുദിന്റെ മേലെ അറിയിക്കും. തുക്കുസിർന ഇത് തന്നെ നിങ്ങൾ പണിയുന്നതിന്റെ അർത്ഥം. മനസ്സിലായില്ല? തുക്കുസിർനല്ല. പിന്നെയോ വയക്കുഫുർനൽ അശീറ, അതല്ലേ? ബാക്കിയില്ല. പിന്നെന്താണ്? അൽ അശീറ, ഭർത്താക്കന്മാരോട് നിങ്ങൾ എന്ത് ചെയ്യും? നന്ദി കേട് കാണിക്കും. എത്ര മേടിച്ചോണ്ട് കൊടുത്താലും പറയും, ഓ ഈ കെട്ടിയിട്ട് ഇത്ര നാളായി, ഒരു നല്ലൊരു കുപ്പായം മേടിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അന്നേരം ചോദിക്കും, ഇത്രയും നാളായി ഞാനവിടെ വന്നിട്ട് ഈ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടോ ഇത്ര നാളായിട്ട് എന്ന് പെണ്ണുങ്ങൾ ചോദിക്കും. മറ്റേയൊക്കെ മറന്നു. പെണ്ണിന്റെ സ്വഭാവം തന്നെയല്ലേ, മറന്നു. ഭയങ്കരമായിട്ട് മറവിയ. ഏറ്റവും കൂടുതൽ മറവി കൊടുത്തേക്കുന്ന പെണ്ണുങ്ങൾക്കാണ്. കാരണം പ്രസവ വേദന പ്രസവിക്കുമ്പോ അന്നേരം തീരുമാനിക്കും, എന്തുവാ ഇതിന്റെ ഇനി പണിക്കാൻ നിൽക്കത്തില്ലെന്ന്. കാരണം അത്രത്തോളം വേദനയാ, ഭയങ്കര വേദനയാ. പ്രസവ വേദന നമ്മൾ നിന്നിട്ടുണ്ടോ?
മാഷാ അല്ലാഹ്. ആ വേദന തിന്നാല് അല്ലാഹു തആല ഭയങ്കര ഓഫറായിരുന്നു കൊടുത്തത്. എന്തുവാ? ആ വേദനയോട് മരിച്ച ഷഹീദിന് കൂലിയ. വമ്പൻ ഓഫറായിരുന്നു കൊടുത്തേക്കുന്നത്. മനസ്സിലായില്ല? ആ വേദനയോട് ഒരാൾ മരിച്ചാൽ എന്തായി? ഷഹീദിന്റെ കൂലി കൊടുത്തേക്കുന്നേ. അപ്പൊ ആ വേദന സഹിക്കാൻ പറ്റില്ല. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയോ. ഓ ഗർഭം ചുമന്നത് 10 മാസം തള്ളയ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെ. ഈ കുണ്ടനൊക്കെ അതിന്റെ ഉള്ളിൽ ഇറങ്ങിയല്ലോ, ഇതിന് പാടുവേണം, എത്രങ്ങാണം വിഷമിക്കണം. പ്രസവമില്ല, ഭയങ്കര വിഷമായിരിക്കും. ആ വിഷമത്തിൽ അങ്ങ് മരിച്ചു പോയാലോ ഷഹീദിന്റെ കൂലിയും കിട്ടും. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. ഇതങ്ങ് അല്ലാഹു തആല ആയത്തുകളെ കൽബിലെടുത്ത് കളയും. പിന്നെ വീണ്ടും പ്രസവിക്കും. അന്ന് തീരുമാനിക്കും ഇനി പ്രസവിക്കുന്ന പരിപാടിയില്ല. എല്ലാ പെണ്ണുകളും അന്നേരം തീരുമാനിക്കും എന്ത് അന്നോ ഈ പഠിക്ക് നിൽക്കണ്ട. പിന്നെ എന്ത് ചെയ്യും? അതങ്ങ് മറന്നു പോകും. അങ്ങനെ മറന്നേ നീയൊക്കെ വരും. ഇവിടെ കാണുമോ നീ? രണ്ടാമത് നീ കാണൂടാ. അതാണ് അതിന് ഉമ്മ മറന്ന് ഭയങ്കര കാര്യ. ഉമ്മയുടെ പറയും നമുക്ക് നന്മയായി. അല്ലെ ഹുസൈനത് കാണത്തില്ല. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഭയങ്കര നിങ്ങൾ പെരുപ്പിക്കും. തെക്കുഫുർന തുക്കഫുർന്ന് വയ്ക്കണ്ട. എന്താ ഞങ്ങൾ വയ്ക്കുന്നത്? തെക്കുഫുർന്ന് പറയാ. തെക്കുഫുർന മദീന പിള്ളനെ വേണ്ട. ഇതിനകത്ത്